എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനറ ബാങ്കിൻ്റെ കാൻഡി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് IMPS സർവീസ് വഴി എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാനറ ബാങ്കിൻ്റെ കാൻഡി ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. കാൻഡി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് IMPS വഴിയും NEFT വഴിയും RTGS വഴിയും എല്ലാം നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റു ബാങ്കുകളെ പോലെ കാൻഡി ആപ്ലിക്കേഷനിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതല്ല. IMPS വഴി പണം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്നാൽ NEFT സർവീസ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബെനിഫിഷ്യറി ആഡ് ചെയ്താൽ 6 മണിക്കൂറിന് ശേഷമേ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ IMPS സർവീസ് വഴി ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഉടൻ തന്നെ എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഞാനിപ്പോൾ കാൻഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഹോം സ്ക്രീനിൽ തന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൻ്റെ താഴെ കാനറ ബാങ്കിൻ്റെ തന്നെ മറ്റ് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വിത്തിൻ ബാങ്ക് എന്നുള്ള ഒരു ബട്ടൺ കാണാം. മറ്റു ബാങ്കുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതർ ബാങ്ക്സ് IMPS എന്നുള്ള ബട്ടൺ കാണാം. പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ബെനിഫിഷ്യറീസ് എന്നും കാണാം. കാൻഡി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏത് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതുണ്ട്. മറ്റു ബാങ്കുകളെ പോലെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ ഇൻസ്റ്റൻ്റായി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കാൻഡി ആപ്ലിക്കേഷന് സാധിക്കുന്നതല്ല. ഇവിടെ നൽകിയിട്ടുള്ള വിത്തിൻ ബാങ്ക് എന്നുള്ളതും അതർ ബാങ്ക്സ് എന്നുള്ളതും IMPS സർവീസ് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. ഈ രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതുണ്ട്. ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഉടൻ തന്നെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്നാൽ NEFT സർവീസ് വഴിയോ RTGS സർവീസ് വഴിയോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് 6 മണിക്കൂർ നാം കാത്തിരിക്കേണ്ടതാണ്. IMPS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെറിയൊരു തുക ബാങ്ക് ഫീ ആയിട്ട് ഈടാക്കുന്നതാണ്. എന്നാൽ IMPS വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാം അയച്ചു കൊടുത്ത വ്യക്തിക്ക് പണം ലഭിക്കുന്നുണ്ട്. എന്നാൽ NEFT വഴിയോ RTGS വഴിയോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് 30 മിനിറ്റ് മുതൽ 1-2 മണിക്കൂറെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്നതാണ്. എന്നാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജ് നാം നൽകേണ്ടതില്ല. ഞാൻ ആദ്യം IMPS വഴി എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് കാണിക്കാം. അതായത് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഉടൻ തന്നെ എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് കാണിക്കാം. പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി ബെനിഫിഷ്യറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്നിരിക്കുന്ന പേജിൽ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറീസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത കാനറ ബാങ്കിൻ്റെ ബെനിഫിഷ്യറീസ് വിത്തിൻ കാനറ എന്നുള്ള ഈ ഭാഗത്ത് കാണാം. മറ്റു ബാങ്കുകളുടെ ബെനിഫിഷ്യറീസ് അതർ ബാങ്ക്സ് എന്നുള്ള ഭാഗത്തും കാണാൻ സാധിക്കും. ഇനി പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി താഴെ നമുക്ക് ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അക്കൗണ്ട് പ്ലസ് IFC എന്നും മൊബൈൽ പ്ലസ് MMID എന്നും വന്നതായി കാണാം. ഇതിൽ അക്കൗണ്ട് പ്ലസ് IFC എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചില കാര്യങ്ങളെല്ലാം നാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ കോളത്തിൽ നാം ആർക്കാണോ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പേര് എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ അവരുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. മൂന്നാമത്തെ കോളത്തിൽ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യുക. അതിനുശേഷം സെലക്ട് ബാങ്ക് എന്നുള്ളതിൽ ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്യാം. ബാങ്കിൻ്റെ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ സെർച്ച് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് IFC കോഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ IFC കോഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. IFC കോഡ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ബ്രാഞ്ചിൻ്റെ പേരും സ്ഥലവും വെച്ച് സെർച്ച് ചെയ്താൽ IFC കോഡ് ലഭിക്കും. IFC കോഡ് എൻ്റർ ചെയ്താൽ അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നിക്ക് നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന അക്കൗണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ബാങ്ക് കൊടുത്ത പേര് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ല. ഇവിടെ താഴെ ഒരു വാർണിംഗ് പറയുന്നുണ്ട്. അതായത് നമുക്ക് IFC കോഡ് അറിയാമെങ്കിൽ IFC കോഡ് എൻ്റർ ചെയ്യുക. അറിയില്ല എങ്കിൽ ഇവിടെ കാണിച്ചുള്ള ഡിഫാൾട്ട് IFC കോഡ് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അങ്ങനെയും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത ശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ ബെനിഫിഷ്യറി ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള പോപ്പ് മെസ്സേജ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഇവിടെ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഇനി നമുക്കങ്ങനെ IMPS സർവീസ് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവാം. ഹോം സ്ക്രീനിൽ വിത്തിൻ ബാങ്ക് എന്നും അതർ ബാങ്ക്സ് എന്നും കാണാം. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് കാനറ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലേക്കാണെങ്കിൽ വിത്തിൻ ബാങ്ക് സെലക്ട് ചെയ്യാം. മറ്റു ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണെങ്കിൽ അതർ ബാങ്ക്സ് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ അതർ ബാങ്ക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ മുകളിൽ ഫ്രം അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മുടെ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ മാറ്റാൻ വേണ്ടി നമുക്കിവിടെ സ്വൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ താഴെ സെലക്ട് ബെനിഫിഷ്യറി എന്നുള്ളതിൽ ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത എല്ലാ ബെനിഫിഷ്യറീസും ലിസ്റ്റ് ചെയ്തതായി കാണുന്നതാണ്.
ഇതിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ബെനിഫിഷ്യറീസ് ആഡ് ചെയ്യാം. പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ഇവിടെ തന്നെ കാണാവുന്നതാണ്. അതിനുശേഷം എൻ്റർ എമൗണ്ട് ഇൻ റുപ്പീസ് എന്നുള്ളതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക എൻ്റർ ചെയ്യാം. അതിനുശേഷം ടൈപ്പ് റിമാർക്സിൽ നമുക്ക് എന്തെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. ഒന്നും തന്നെ നൽകിയില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രീ കൺഫർമേഷൻ എന്നുള്ള പേജ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ IMPS ചാർജ് 0 ആണ് കാണിക്കുന്നത്. ഞാൻ ചെറിയ തുകയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് IMPS ചാർജ് കാണിക്കാത്തത്. വലിയ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ചാർജ് കാണിക്കുന്നതാണ്. ഞാൻ വലിയ തുക എഴുതി കാണിക്കാം. ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തുക 50,000 ആക്കിയപ്പോൾ IMPS ചാർജായി 11 രൂപയും 80 പൈസയും കാണിക്കുന്നുണ്ട്. തുക വലുതാകുന്നതനുസരിച്ച് IMPS ചാർജ് കൂടുന്നതാണ്. ഞാൻ 50 രൂപയാക്കിയപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ IMPS ചാർജ് 0 കാണിക്കുന്നുണ്ട്. ഇനി കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ MPIN ചോദിക്കുന്നുണ്ട്. നേരത്തെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തപ്പോൾ നാം നൽകിയിട്ടുള്ള MPIN ഇവിടെ എൻ്റർ ചെയ്യുക. MPIN മറന്നുപോയവർക്ക് ഫോർഗോട്ട് MPIN എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് MPIN മാറ്റാൻ സാധിക്കുന്നതാണ്. MPIN മറന്നുപോയവർക്ക് അതൊക്കെ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് കാൻഡി ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചിട്ടുണ്ട്. MPIN എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായി കാണാം. ഇപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വിജയകരമായി മറ്റൊരു ബാങ്കിലേക്ക് നമ്മുടെ കാൻഡി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഷെയർ ബട്ടൺ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോവാം. നമ്മളിപ്പോൾ IMPS സർവീസ് ഉപയോഗിച്ച് എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ബെനിഫിഷ്യറീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിത്തിൻ കാനറ എന്നും IMPS അതർ ബാങ്ക് എന്നും കാണാം. ഞാൻ നേരത്തെ ആഡ് ചെയ്തത് അതർ ബാങ്ക് ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബെനിഫിഷ്യറിയുടെ നേരെ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യാൻ വേണ്ടി താഴെ എഡിറ്റ് ബട്ടണും കാണാവുന്നതാണ്. എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ബെനിഫിഷ്യറി ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത ഏത് ബെനിഫിഷ്യറിയും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ IMPS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് തുടങ്ങിയവെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. കാൻഡി ആപ്ലിക്കേഷൻ വഴി പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാം. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ NFT സർവീസ് വഴി എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.